വെൽക്കം ടു ശ്രീമാത്സ്. ഇന്ന് നമുക്ക് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഈ മാസം 7-ാം തീയതി നടന്ന പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ LDCയുടെ ചോദ്യങ്ങൾ അതിൻ്റെ ക്ലാസ് മാത്തമാറ്റിക്സ് അതിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാകും. നല്ല രീതിയിൽ ഗ്രഹിച്ച് ചെയ്ത് പഠിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം അത് നോക്കി പഠിക്കാൻ പാടില്ല, ചെയ്ത് പഠിക്കണം, നല്ല ആക്യുറസി ഉണ്ടാകണം, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിലെ ചോദ്യങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തേക്കാൾ 3 മടങ്ങാണെന്ന് തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ പ്രായം 2 മടങ്ങാണ്. അതായത് അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്നാണ് ചോദ്യം. നമുക്കിവിടെ ഒരു 3 ഘട്ടമായിട്ട് നോക്കാം. ഇത് 4 വർഷം മുൻപുള്ള സംഭവം, ഇത് 4 വർഷത്തിന് ശേഷം, 4 വർഷം ശേഷം, 4 വർഷം കഴിഞ്ഞുള്ള സംഭവം, ഇത് 2 വർഷം കഴിഞ്ഞ്. അങ്ങനെയാണ് ഏജ് ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. 4 വർഷം മുൻപ് രാമുവിൻ്റെ പ്രായവും റഹീമിൻ്റെ പ്രായം. രാമുവിൻ്റെ പ്രായം എക്സ് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു, അതിനെ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് 3 മടങ്ങാണെന്നാണ്. അതായത് എക്സിൻ്റെ 3 മടങ്ങായതുകൊണ്ട് 4 വർഷത്തിന് ശേഷമോ 4 വയസ്സും കൂടുമല്ലോ. റഹീമിന് 4 വയസ്സ് കൂടി, രാമുവിന് 4 വയസ്സ് കൂടി, റഹീമിന് 4 വയസ്സ് കൂടി. രാമുവിൻ്റെ എക്സ് എന്നുള്ള x+4 ആയി. ഇത് 4 വർഷം കഴിഞ്ഞപ്പോൾ റഹീമിൻ്റെ പ്രായം 3x + 4, 3xൻ്റെ കൂടെ 4 കൂടെ കൂടി. പിന്നെ വേറൊരു ബന്ധം തന്നിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തേക്കാൾ 2 മടങ്ങാകും. അതായത് 2 വർഷത്തിന് ശേഷം ശരിക്കും x+4ൻ്റെ കൂടെ 2 കൂടെ കൂടും. 2 വയസ്സ് കൂടുമല്ലേ. അതായത് x+6 ആണ് രാമുവിൻ്റെ പ്രായം. റഹീമിൻ്റെ പ്രായവും അതിനനുസരിച്ച് കൂടുമല്ലോ. 3x + 4 + 2, 3x + 4 ആയിരുന്നു 4 വർഷത്തിന് ഈ വന്നത്. അതിനെ കൂടെ 2 കൂടെ കൂടി, അതായത് 3x + 6. ആ 2 വർഷത്തിന് ശേഷം നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. എന്നാൽ അത് ബന്ധം റഹീമിൻ്റെ പ്രായം 2 വർഷത്തിന് ശേഷമുള്ള റഹീമിൻ്റെ പ്രായം 3x + 6, രാമുവിൻ്റെ പ്രായം x+6. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തേക്കാൾ 2 മടങ്ങ്, അതായത് x+6-നേക്കാൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 ഇട്ട് ഗുണിക്കുക. അതായത് 3x + 6 സമം 2 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. അതായത് 2 × x 2x + 2 × 6 12. ഇനി എക്സ് അല്ല ഒരു സൈഡിൽ കൊണ്ടുവരിക, സംഖ്യ അപ്പുറം കൊണ്ടുപോവുക. ഇവിടെ 3x, ഈ 2x ഇപ്പുറം വരുമ്പോൾ -2x ആകും. സമം ഇവിടെ ഒരു 12 ഉണ്ട്, ഈ +6 സംഖ്യ അല്ല ഒരു സൈഡിൽ കൊണ്ടുപോകാം. അതായത് 3x-ൽ നിന്ന് 2x പോയാൽ 1x, 10x-ൽ നിന്ന് 8x പോയാൽ 2x. അതായത് ഒരേ വേരിയബിൾ ആണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ 1x, അതായത് എക്സിൻ്റെ വില 6. എക്സ് 4 വർഷം മുമ്പുള്ള രാമുവിൻ്റെ പ്രായമാണ്. അപ്പോൾ 4 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടണം. അപ്പോൾ 10 വയസ്സ്. രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 10. ഇനി അടുത്ത ചോദ്യം നോക്കാമല്ലോ. ഒരു വീടിന്
ചായം പൂശുന്നു. ചായം പൂശുമ്പോൾ ഈ വീടിന് ചായം പൂശുമ്പോൾ 24 ലിറ്റർ ചായത്തിന് 3 ലിറ്റർ ടർപ്പൻ്റെയിൻ ഉപയോഗിക്കുന്നു. മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിൻ്റെ കൂടെ ഈ ഒരു പ്രൊപ്പോർഷനാണ് വന്നേക്കുന്നത്. 24 ലിറ്റർ ചായത്തിന് 3 ലിറ്റർ ടർപ്പൻ്റെയിൻ. ഇനി അങ്ങനെയാണെങ്കിൽ 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻ്റെയിൻ വേണം എന്നാണ് ചോദ്യം. ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാലോ. 3 ലിറ്റർ, 3.5 ലിറ്റർ, 4 ലിറ്റർ, 4.5 ലിറ്റർ. ഇനി നമുക്ക് നോക്കാലോ. ഇവിടെ ചായം, ഇവിടെ ടർപ്പൻ്റെയിൻ നമ്മൾ സൈഡിലോട്ട് എഴുതി നോക്കിയാൽ മതി. ടർപ്പൻ്റെയിൻ അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. റേഷ്യോ അംശബന്ധം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. 24 ലിറ്റർ ചായത്തിന് 3 ലിറ്റർ ടർപ്പൻ്റെയിൻ. 24-ന് 3 ലിറ്റർ ടർപ്പൻ്റെയിൻ. ഇനിയും 32 ലിറ്റർ ചായത്തിന് എത്ര ടർപ്പൻ്റെയിൻ വേണമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതായത് 24 ഗുണം എക്സ് ഇതാ ഇങ്ങനെ ക്രോസ് സമം 32 ഗുണം 3. എക്സിൻ്റെ വില കാണാൻ ഈ കൂടെ കിടക്കുന്ന 24x കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 32 ഗുണം 3 ഡിവൈഡഡ് ബൈ 24 എക്സ് അല്ല, 24 ഇൻറ്റു എക്സിൻ്റെ വില 32 ഇൻറ്റു 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി എക്സിൻ്റെ വില കാണാൻ കൂടെ കിടക്കുന്ന 24 കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. അതായത് 8 വെച്ചത് കട്ട് ചെയ്യുക. 8 3 8 4. ഈ 3 കൂടെ വെട്ടുക. പിന്നെ നമുക്കൊരു 4 കിട്ടുന്നുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ടർപ്പൻ്റെയിൻ വേണം? 4. ഒന്നുകൂടി പറയാം. 24 ലിറ്റർ ചായത്തിന് 3 ലിറ്റർ ടർപ്പൻ്റെയിൻ. അതായത് 32 ലിറ്ററിന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്ത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 24 ഗുണം എക്സ് സമം 32 ഗുണം 3. എക്സ് സമം 32 ഗുണം 3 കൂടെ കിടക്കുന്ന 24 കൊണ്ട് ഹരിക്കുന്നു. ഈ 24 8 വെച്ച് കട്ട് ചെയ്യുന്നു. 8 3 24 3 ഇവിടെ 4 32. അതായത് 4 ഗുണം ഈ 3 കൂടെ വീണ്ടും കട്ട് ചെയ്യുന്നു. പിന്നെ ഒരു 4 കിട്ടുന്നു. 4 ഉത്തരം. ഒരു ക്ലോക്കിലെ 5:10 എന്ന സമയത്തിൻ്റെ പ്രതിബിംബ സമയം, അതായത് മിറർ ഇമേജ് ഒരു കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെ കാണുന്നത് എത്രയാണ്? അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറയുന്നു. 3:05 പ്രതിബിംബ സമയം എത്രയാണ്? ഇതിന് നമുക്കിത് 12 മണിക്കൂറിൽ നിന്ന് കുറച്ചാൽ മതി. ഈ തന്നിരിക്കുന്ന സമയം പ്രതിബിംബ സമയം കാണാൻ. അതായത് 12 മണിക്കൂർ, ഇവിടെ മണിക്കൂറും മിനിറ്റും ആയതുകൊണ്ട് നമുക്ക് ഈ 12 മണിക്കൂറിനെയും മണിക്കൂറും മിനിറ്റും ആക്കണം. ഇത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ മണിക്കൂറും മിനിറ്റും ആയിട്ടാണല്ലോ കിടക്കുന്നത്. 12 മണിക്കൂറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 മണിക്കൂർ പ്ലസ് 1 മണിക്കൂർ, അതായത് 11 മണിക്കൂർ 60 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് മിനിറ്റും കൂടെ ആക്കണം ഇതിന്ന് കുറയ്ക്കാൻ സൗകര്യത്തിന്. അതായത് 11:60 എന്ന് എഴുതാം. 11 മണിക്കൂർ 60 മിനിറ്റ്. 60 മിനിറ്റ് ആണല്ലോ 1 മണിക്കൂർ. അതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. 6:50 ഇതാണ് ശരി ഉത്തരം. 12 മണിക്കൂറിൽ നിന്ന് കുറച്ചാൽ മതി പ്രതിബിംബ സമയം കിട്ടാം. 12 മണിക്കൂറിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതുന്നു. 11 + 1 11 മണിക്കൂർ 1 മണിക്കൂർ. 1 മണിക്കൂറിനെ നമ്മൾ മിനിറ്റ് ആക്കുന്നു. 11:60 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറയാം 12. അതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ നമുക്ക് 6:50. അതുപോലെ ഇതിൽ നോക്കാമല്ലോ. ഇതും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതേ മോഡലിൽ പ്രതിബിംബ സമയമാണ് ചോദിച്ചേക്കുന്നത്. 11 മണിക്കൂർ 60 മിനിറ്റിൽ നിന്ന് 3
5ൻ്റെ പ്രതിബിംബ സമയം ചോദിച്ചേക്കുന്നത്, കുറച്ചാൽ മതി. 8:55 ഇതാണ് ഉത്തരം. നമുക്ക് നോക്കാമല്ലേ, കോഡിങ് നോക്കാം. മാർക്ക് എന്നത് PDUN ആയാൽ സ്കോപ്പ് എന്നത് എന്താകുമെന്നാണ് ചോദ്യം. അതായത് മാർക്ക് M 13 16 1 4 18 21 11 14 എല്ലാം 3 3 വീതം കൂട്ടിയാണ്. അപ്പോൾ ഇത് വെറുതെ നോക്കിയിട്ട് എഴുതിയാൽ മതി. 19 എന്തുവാകും? 22 ആകും. 22ാമത്തെ അക്ഷരം ഏതാണ്? V. C, അതായത് 3 എന്തുവാകും? 6 ആകും. 6ാമത്തെ അക്ഷരം ഏതാണ്? F. VF. എടുത്തത് O. 15 18 ആകും. 18 ഏതാണ്? R. അതായത് ഈ അടുത്തത് 6 18 21 ആകും. 21ാമത്തെ അക്ഷരം ഏതാണ്? U. VFRU ആണ് ഉത്തരം. കോഡിങ് ഇത് ഓരോ ലെറ്ററിനും ഓരോ നമ്പറാണ്. ഇനി ഒറ്റാനെ കണ്ടെത്തുക എന്നുള്ളതിൽ ഇവിടെ 2 3 4 5 ഇത് മാത്രം ഭാജ്യസംഖ്യയാണ്, കോമ്പസിറ്റ് നമ്പറാണ്. ബാക്കി ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് 4 ഉത്തരം. താങ്ക് യു. നമുക്ക് നോക്കാമല്ലോ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ്. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 72 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില കാണാനാണ് ചോദ്യം. അതായത് ഒരു പെൻസിലിൻ്റെ വില X ആണെന്നിരിക്കട്ടെ, ഒരു പേനയുടെ വില Y ആണെന്നിരിക്കട്ടെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബന്ധം നോക്കാം. 3 പെൻസിലിൻ്റെ വില എത്ര വരും? 3x പ്ലസ് 3 പെൻസിലിനും 4 പേനയ്ക്കും 4y സമം 66 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 6 പെൻസിലിനും 3 പേനയ്ക്കും, അതായത് 6 പെൻസിലിനും 6x 3 പേന 3y രൂപ എന്ന് പറയുന്നത് 72 രൂപയാണ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ 2. നമുക്കിനി ഈ y ആണല്ലോ, പേനയുടെ വിലയല്ല കണ്ട് ഒരു പേനയുടെ. അതായത് y അവിടെ വെച്ചിട്ട് മറ്റതിനെ നമുക്ക് ഇതിനെ കളയണം, x-നെ കളയാൻ y-യുടെ വില കിട്ടും. അതായത് കളയാൻ ഈ 6നെ ഇങ്ങോട്ട് ഇട്ടിൻ്റ് ചെയ്യണം, ഈ 3നെ ഇങ്ങോട്ട് ഇട്ടിൻ്റ് ചെയ്താൽ രണ്ടും 18 ആകാൻ വേണ്ടി എന്ത് ചെയ്യണം നോക്കിയാൽ മതി. ഇക്വേഷൻ 1നെ ഇതിൻ്റെ കോഷ്യൻ്റ്, ഇതിൻ്റെ ഗുണോത്തരം x-ൻ്റെ ഗുണോത്തരം ഇട്ട് ഇങ്ങോട്ട് ഗുണിക്കുക. അതായത് 6 സിംപ്ലൈസ് 18x പ്ലസ് 6 ഇട്ട് ഗുണിച്ചാട്ട് 6 × 4 24. 6 ഇട്ട് എല്ലാ ടേമിനെയും ഗുണിക്കണം. y സമം 396. ഇക്വേഷൻ 3. ഇനി ഇത് തിരിച്ച് ഇത് ഇങ്ങോട്ടിട്ട് ഗുണിക്കണം. ഇതിൻ്റെ കോഷ്യൻ്റ്, ഇതിൻ്റെ ഗുണോത്തരം x-ൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യയാണ് x-ൻ്റെ ഗുണോത്തരം. ഇതിട്ട് ഇങ്ങോട്ടും ഗുണിക്കണം. അതായത് ഇക്വേഷൻ 2നെ 3 ഇട്ട് ഗുണിക്കുക. സിംപ്ലൈസ് 6 × 3 18x പ്ലസ് 3y × 3 അതായത് 9y സമം 216. 72നെ 3 വെച്ച് എല്ലാത്തിനെയും 3 വെച്ച് ഗുണിച്ചത് ഇക്വേഷൻ 4. ഇത് 3 ഇത് 4. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. കുറച്ചാൽ ഈ എക്സിൻ്റെ ടേം ക്യാൻസലായി പോകും. 24yന്ന് 9y കുറച്ചാൽ 15y സമം 180. 15y സമം 180. 15yയുടെ വില 180 ആണെങ്കിൽ y-യുടെ വില കാണാൻ 180/15 15 2 അതായത് 12 രൂപയാണ് ഒരു പേനയുടെ വില. ഇതാണ് ശരി ഉത്തരം, 12 രൂപ. 2/5 7/10 3/4 2/1. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഏറ്റവും വലിയ സംഖ്യ ഏതെന്നറിയാൻ ഏറ്റവും വലിയ സംഖ്യ ഏത്? 3/5 7/10 3/4 2/1.
അതായത് ഇത് 5-ൽ 5 വന്ന ഇതെല്ലാം ഇതൊരു വിഷമ ഭിന്നമാണ്. അതാണ് ഏറ്റവും വലുത്. അതായത് അംശം ഛേദത്തേക്കാൾ കൂടുതൽ വലുത്. ഇതാണ് ശരി ഉത്തരം. 2/1 ഇനി ഞാൻ പറയാം. ഈ 5-ൽ 2 ഭാഗമേ ഉള്ളത് ഒരു പോയിന്റ് സംതിങ് വരുന്നത്. മറ്റേ 2/1 എന്ന് പറയാൻ 2 തന്നെ വരും. 5-ൽ 5 വന്നാലേ ഒന്നെങ്കിലും വരത്തുള്ളൂ. ഇവിടെ അതുപോലെ 10-ൽ 7 ഉള്ളത്. 10-ൽ 10 വരണം, 1 വരണമെങ്കിൽ ഫുള്ള് വരണമെങ്കിൽ. 4-ൽ 4 വരണം, 1 വരണമെങ്കിൽ. ഇതെല്ലാം പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഇതാണ് ഏറ്റവും വലിയ സംഖ്യ. തീവണ്ടിയിൽ 360 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 4 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗതയാണ് ചോദിച്ചേക്കുന്നത്. ശരാശരി വേഗത എത്ര? അതാണ് ചോദ്യം. വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടാകെ എത്രയാണ്? 360 കിലോമീറ്റർ. സമയവും തന്നിട്ടുണ്ട് 4 മണിക്കൂർ 30 മിനിറ്റ്. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ്. അതുകൊണ്ട് മൊത്തം അങ്ങ് 4.5 മണിക്കൂറിനില്ല. മൊത്തം മണിക്കൂറും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണിത്? ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നാക്കണം. അതായത് 4 × 2 + 1/2. അതായത് 9/2. 9/2. നമുക്ക് ശരാശരി വേഗതയാണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 9/2. 4 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ള 30 മിനിറ്റ് 60 മിനിറ്റ് 1 മണിക്കൂറാണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ, അതിൻ്റെ പകുതി. അതായത് 4.5 അതിനെ മാറ്റി 9/2. അതായത് 360 ഗുണം ഒരു ഫ്രാക്ഷൻ ഹരിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. 2/9. അതായത് 40 ഗുണം 2 80 കിലോമീറ്റർ പെർ അവർ. അതാണ് ഉത്തരം. 80 കിലോമീറ്റർ പെർ അവർ. 2 സംഖ്യകളിൽ ആദ്യ സംഖ്യ രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയായാൽ ചെറിയ സംഖ്യ x എന്ന് എടുക്കുന്നു. 2 സംഖ്യകളിൽ ആദ്യ സംഖ്യ രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. അതായത് പിന്നെ 2 സംഖ്യകളുടെയും കൂടെ തുക 96 വന്നിട്ടുണ്ടെന്നാൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. ചെറിയ സംഖ്യ x എന്ന് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എന്ത് വരും? 5 ഇരട്ടി 5x. രണ്ടും കൂടി കൂട്ടുന്ന 2ൻ്റെയും കൂടെ തുക 96 തന്നിട്ടുണ്ട്. 1x 5x കൂടെ കൂട്ടിയാൽ 6x വില 96. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എന്ത് കിട്ടും? 96/6. കൂടെ കിടക്കുന്ന 6 കൂടെ കൊണ്ടു വയ്ക്കണം. 16 ശരി. 16. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.